നമസ്കാരം. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവിന് വലിയൊരു പങ്കുണ്ട്. അതായത് രാജ്യത്ത് എന്തെങ്കിലും തരത്തിലൊരു ആഭ്യന്തര യുദ്ധം സംഭവിക്കുമ്പോൾ ആ രാജ്യത്തിന് ഒപ്പം നിൽക്കേണ്ടത് ഒരു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ കടമയാണ്, അഥവാ ഒരു പ്രതിപക്ഷ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയുടെ കടമയാണ്. അതൊരു പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ശത്രു രാജ്യത്തിന് അനുകൂലമാകുന്ന തരത്തിൽ കാര്യങ്ങൾ ശത്രുക്കൾക്ക് എത്തിക്കുക അല്ല ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്. രാജ്യത്തിന്റെ സുരക്ഷയും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ ഭാരതീയരുടെയും ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് ശത്രു രാജ്യത്തിന് എല്ലാ സന്ദേശങ്ങളും എത്തിച്ചു കൊടുക്കുന്നത് ഒരു ചാരപ്രവൃത്തിയും രാജ്യദ്രോഹ കുറ്റവും തന്നെയാണ്. അല്ലാതെ ശത്രു രാജ്യത്തിന് വളമൊരുക്കി കൊടുക്കുക അല്ല രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധി എവിടെ ചെന്നാലും രാജ്യത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കയിൽ ചെന്നാലും രാഹുൽ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് രാഹുലിനെ എല്ലാവരും, രാഷ്ട്രീയ നിരീക്ഷകരടക്കമായിരുന്നാലും ഭാരതീയരും കാണുന്നത്. പ്രതിപക്ഷ നേതാവായതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വലിയ നടപടിയൊന്നും എടുക്കാതെ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. നിലവിൽ വെടിനിർത്തലൊക്കെ വന്നതിന് പിന്നാലെ ചില അനാവശ്യ വിവാദങ്ങളും കോൺഗ്രസ് ഉയർത്തുകയാണ്. കേന്ദ്ര സർക്കാരിനെ വിചാരണ ചെയ്ത് വീണ്ടും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂരിലും തുടർന്നുണ്ടായ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിലും ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ മാത്രമായിരുന്നു നീക്കമെന്ന് തുടക്കത്തിൽ പാകിസ്ഥാനെ അറിയിച്ചുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി വിമർശനവുമായി രംഗത്ത് വന്നത്. പാകിസ്ഥാനെ ഇന്ത്യൻ നീക്കം അറിയിച്ചത് കുറ്റകരമാണെന്നും രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമമായ എക്സിൽ തന്റെ ഔദ്യോഗിക ഹാൻഡിൽ കുറിച്ചിരുന്നു. എന്നാൽ ഭീകര കേന്ദ്രങ്ങളെല്ലാം തകർത്ത ശേഷമാണ് സൈനിക നീക്കമല്ല എന്ന മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയതെന്നും ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നേരത്തെ തന്നെ ഒരു വിശദീകരണം നൽകിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പല പ്രതികരണങ്ങളും കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങളടക്കം ചർച്ചയാക്കിയത് വിവാദമായിരുന്നു. ഇതിനിടെയാണ് വീണ്ടും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അടക്കം സംശയത്തിന്റെ മുൻനിരയിൽ നിർത്തുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത്. പഹൽഗാം ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, വെടിനിർത്തൽ എന്നിവ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മോദിക്ക് പ്രത്യേക കത്തും എഴുതിയിരുന്നു. എന്നാൽ പാർലമെന്റ് സമ്മേളനമല്ല, മറിച്ച് സർവകക്ഷി സമ്മേളനമാണ് വേണ്ടതെന്ന് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷി നേതാക്കൾ പ്രതികരിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാക് അധീന കാശ്മീരിൽ നടന്ന വ്യോമാക്രമണങ്ങൾക്കും സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. എന്തായാലും ഓരോ ദിവസവും രാഹുൽ ഗാന്ധിയുടെ പാകിസ്ഥാനുമായിട്ടുള്ള സ്നേഹങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ എനിക്ക് പാകിസ്ഥാനുമായിട്ട് നല്ല സ്നേഹമാണ്, ഞാൻ പാകിസ്ഥാനുമായിട്ടാണ് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമെന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധി തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്.